എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് പഴംപൊരി അല്ലെങ്കിൽ ഏത്തക്കാപ്പം എന്ന് പറയുന്നത്. കേരളത്തിൽ എല്ലായിടത്തും ഈ ഒരു വിഭവം നമുക്ക് കാണാൻ സാധിക്കും. പലയിടത്തും പല ടേസ്റ്റിലായിരിക്കും ഇത് കിട്ടുന്നത്. അതിൽ ചേർക്കുന്ന ചില സാധനങ്ങളുടെ വ്യത്യാസം അനുസരിച്ചാണ് ഇതിന്റെ രുചി മാറുന്നത്. നമ്മുടെ നാട്ടിലെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഏത്തക്കാപ്പത്തിന്റെ രുചി എങ്ങനെയാണ്, ആ രുചിയിൽ എങ്ങനെ ഏത്തക്കാപ്പം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പഴംപൊരിക്ക് ഏറ്റവും നല്ലതുപോലെ പഴുത്ത നേന്ത്രക്കായാണ്. പഴുപ്പ് നല്ലതുപോലെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പഴംപൊരിക്ക്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ശരിയാക്കി എടുക്കാം. പഴംപൊരി ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കൂടെ കീറി വെച്ചിരിക്കുകയാണ് പഴംപൊരി. പിന്നീട് വേണ്ടത് ആവശ്യത്തിന് മൈദയല്ല, ഗോതമ്പ് പൊടിയാണെങ്കിൽ അതായാലും മതി. ഞാനിവിടെ എടുത്തത് മൈദയാണ്. പിന്നീട് പഞ്ചസാര, ഒരു 3 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 കപ്പ് അരി പൊടിച്ചത്, 1/4 കപ്പ് അരിപ്പൊടി, പിന്നീട് ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഞാനൊരു 3 കപ്പ് മൈദപ്പൊടി എടുത്തു, അതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. വെള്ളം ചേർത്ത് തന്നെ യോജിപ്പിക്കാം. ചൂടുവെള്ളം വേണമെന്ന് തന്നെയൊന്നുമില്ല, പച്ചവെള്ളം ആണെങ്കിലും മതി. ആവശ്യത്തിന് നല്ലതുപോലെ വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് ആവശ്യമുണ്ട്. എന്നാലേ പഴം അതിലിടുമ്പം അതിൽ നിന്ന് ഈ ബാറ്റർ ഇറങ്ങി പോവാതിരിക്കത്തുള്ളൂ. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ തിളച്ചതിന് ശേഷം മാത്രം ഈ ഓരോ പഴം കീറിയതെടുത്ത് ഇതിലേക്ക് മുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ബാറ്റർ കൺസിസ്റ്റൻസി കുറവാണെങ്കിൽ ഈ പഴത്തിൽ നിന്ന് അതങ്ങ് ഊർന്നു പോകും. അപ്പോൾ നല്ല കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മാത്രമേ ആ പഴത്തിൽ ഇത് പറ്റിയിരിക്കത്തുള്ളൂ. ആ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നമ്മുടെ പഴംപൊരിയുടെ ഗുണം. അപ്പം ഒന്ന് മൂത്ത് കഴിഞ്ഞ് അപ്പുറം ഇപ്പുറം ഒക്കെ ഒന്ന് തിരിച്ചിടണം. ഇൻ കേസ് ഇതിൻ്റെ മഞ്ഞ കളർ കുറവാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തോ കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി ടേസ്റ്റ് ഒന്നും അതിൽ എടുത്ത് നിൽക്കത്തൊന്നുമില്ല. പിന്നെ അത് മൂത്ത് വരുന്നതിനനുസരിച്ച് നല്ലതുപോലെ മഞ്ഞ കളറിലാകും. നമ്മളെല്ലാവരും വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. എന്നാൽ അരിപ്പൊടി ഇട്ട് അങ്ങനെ ഉണ്ടാക്കൽ കുറവായിരിക്കും. അപ്പം വീട്ടിൽ അരിപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് പഴംപൊരി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം നല്ല ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് പഴംപൊരി കിട്ടും. പിന്നെ അരിപ്പൊടി ഒത്തിരി ആവരുത്, കൂടി പോവാതിരിക്കാൻ ശ്രമിക്കണം. ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ പഴംപൊരി കട്ടിയായി പോകും. അപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ ഇത് കഴിക്കാം. വൈകിട്ടത്തെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറുതെ കടയിൽ നമ്മൾ കാശ് കളയേണ്ട യാതൊരു ആവശ്യവുമില്ല. നല്ല അടിപൊളിയായിട്ട് ആവശ്യത്തിന് പഴംപൊരി വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് ഈ പഴംപൊരി റെസിപ്പി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതൊന്ന് രേഖപ്പെടുത്തിയേക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.